ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 15-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഇസ്രായേലിനോട് അള്ളാഹു നടത്തിയ ഒരു കരാറിനെ കുറിച്ചിട്ടാണ്. തൂർ പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൗറാത്തിലെ നിയമങ്ങളെല്ലാം അനുസരിക്കണമെന്നും പറഞ്ഞ് അള്ളാഹു അവരോട് വാങ്ങിയ ഒരു സന്ദർഭം. അത് ഏറ്റവും പ്രധാനപ്പെട്ട അത്രയും ശക്തിയേറിയ വാക്കുകളാണ് തൗറാത്തിലുള്ളത്. അപ്പോൾ ആ ഒരു സംഭവം അവർ ഓർത്തിരിക്കാനും, ഈ ഒരു കരാറ് ചെറിയ കാര്യമല്ല, അത് എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണെന്ന് കാണിക്കാനും വേണ്ടിയിട്ട് അവർക്ക് അള്ളാഹു ഈ തൂർ പർവ്വതം, അപ്പോൾ ആ ഒരു സംഭവം അവരുടെ മനസ്സിലുള്ളപ്പോൾ അവർ ആ കരാറുകളെ കുറിച്ച് ഒരിക്കലും മറക്കാൻ പാടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് പറഞ്ഞത്. അത് നമ്മളിപ്പോൾ 2 പ്രാവശ്യം ഖുർആനിൽ പറഞ്ഞിരിക്കണം, നമ്മൾ കണ്ടു അല്ലേ. അതാണ് പറഞ്ഞു നിർത്തിയത്. ഇനി 15-ാമത്തെ പേജിലും ഇവരെ കുറിച്ച് തന്നെയാണ് പറയണത്. നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇൻ കാനത് ലകുമുദ് ദാറുൽ ആഖിറതു ഇൻദല്ലാഹി ഖാലിസതൻ മിൻ ദൂനിന്നാസി ഫതമന്നവുൽ മൗത ഇൻ കുൻതും സ്വാദിഖീൻ. ഇവിടെ പറയണത്, ഈ ഇസ്രായേലിയര് പറയാറുണ്ട്, എന്താ, ഞങ്ങള് അള്ളാഹുവിന്റെ ഇഷ്ടക്കാരും മക്കളുമാണ്. നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലേ. അവരെ ഒരു ഇതില് കാഴ്ചപ്പാടിൽ അവരെന്താ അള്ളാഹുവായിട്ട് ഏറ്റവും അടുത്ത ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾ വളരെ കുറച്ച് ദിവസം മാത്രമേ നരകത്തിൽ കിടക്കേണ്ട വന്നാൽ തന്നെ കിടക്കുള്ളൂ എന്നൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഇവരുടെ ഒരു വാദമാണ്, ഞങ്ങള് പരലോക ഭവനം, അതായത് സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, ബാക്കിയുള്ള മനുഷ്യർക്കൊന്നുമില്ല, ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഈ പരലോക ഭവനം അള്ളാഹു ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ അള്ളാഹു പറയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണത് സത്യമാണ്, മനസ്സിൽ തട്ടിയിട്ട് തന്നെയാണ് നിങ്ങളിത് പറയണമെങ്കിൽ നിങ്ങൾ എന്നാ ഒന്ന് മരിക്കാനൊന്ന് കൊതിച്ചേ, മരിച്ചാൽ വേഗം പോവാലോ സ്വർഗത്തിലോട്ട്, എന്നാ ഒന്ന് മരണത്തെ കൊതിക്കാനാണ് ഈ ആയത്തിൽ പറയണേ. നോക്കാം. കുൽ എന്ന് വെച്ചാൽ പറയുക, ഇൻ കാനത്ത് ആണെങ്കിൽ, ലക്കും നിങ്ങൾക്ക്, ദാറുൽ ആഖിറ എന്ന് വെച്ചാൽ പരലോക ഭവനം, പരലോക ഭവനം നിങ്ങൾക്കാണെങ്കിൽ, അള്ളാഹുവിന്റെ അടുക്കൽ, ഖാലിസത്തൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമായി, ഇവർക്ക് മാത്രമായിട്ടുള്ളതെന്നാണ് ഇവർ പറയണേ. അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ അടുത്ത് പരലോക ഭവനം നിങ്ങൾക്ക് മാത്രമായിട്ടുള്ളതാണെങ്കിൽ, മിൻ ദൂനിന്നാസ് മറ്റുള്ള മനുഷ്യരെ കൂടാതെ, ഫതമന്നൗ എന്നാൽ തമന്ന ആഗ്രഹിക്കുക അല്ലെങ്കിൽ കൊതിക്കുക, തമന്നൗ ഫതമന്നൗൽ മൗത നിങ്ങൾ മരണത്തെ കൊതിക്കുവിൻ, ഇൻകുന്തും നിങ്ങളാണെങ്കിൽ സ്വാദിഖീൻ സത്യവാന്മാർ. അപ്പൊ അങ്ങനെ നിങ്ങൾ സത്യം പറയണവരാണെങ്കിൽ നിങ്ങളൊന്ന് കൊതിക്കി വേഗം മരിക്കാനായിട്ട് ഒന്ന് ആഗ്രഹിക്കുകയെന്നാണ് അള്ളാഹു പറയണത്. അപ്പൊ അടുത്ത ആയത്തിൽ പറയാണ്, വലയ്യതമന്നൗ ഒരിക്കലും അവര് കൊതിക്കൂല, അബദ ഒരു കാലത്തും, വലയ്യതമന്നൗഹു എന്ന് വെച്ചാൽ അവര് കൊതിക്കുകയില്ല അതിന്, അബദ ഒരു കാലത്തും, അല്ലെങ്കിൽ എന്നേക്കും അവരത് കൊതിക്കുന്നില്ല. ബിമാ ഖദ്ദമത് ഐദീഹിം എന്തുകൊണ്ടാണ് അവർ കൊതിക്കാത്തത്? അവർക്കറിയാം അവരെന്താ ചെയ്തു വെച്ചിട്ടുള്ളതെന്ന്. അപ്പൊ അവരുടെ കൈകൾ മുൻപ് ചെയ്തു വെച്ചത് കൊണ്ട് അവർ ഒരു കാലത്തും മരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കൂല. വല്ലാഹു അലീമുൻ ബിൽസാലിമീൻ. അല്ലാഹു അലീമുൻ ഏറ്റവും നന്നായി അറിയുന്നവനാണ്, ബിൽസാലിമീൻ അക്രമികളെ കുറിച്ച്. ഈ ആയത്തിൽ അള്ളാഹു അവരെ കുറിച്ച് പറയാണ്, അവരൊരിക്കലും മരണത്തെ ആഗ്രഹിക്കൂല, കാരണം അവർ ചെയ്തു വെച്ചേക്കണ എന്താന്ന് അവർക്കറിയാം, അള്ളാഹ്ക്ക് കൃത്യമായിട്ട് അറിയാം. അക്രമികളെ കുറിച്ചും എല്ലാ കാര്യങ്ങളും അള്ളാഹ്ക്ക് അറിയാം അല്ലെ. അപ്പൊ ഇവിടെ പറയാണ്, അക്രമികളെ കുറിച്ച് അള്ളാഹു വളരെ നന്നായി അറിയുന്നവനാണ്. ഇനി അവരുടെ ഒരു സ്വഭാവമാണ് ഇനി പറയണ കേട്ടാ. വലതജിദന്നഹും തീർച്ചയായും അവരെ നീ കണ്ടെത്തുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അവര് ജീവിതത്തിനോട് വളരെ ഇഷ്ടമുള്ളവരായിട്ട്, ഇവിടെ ജീവിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം, ആയുസ് കൂടി കിട്ടാനായിട്ട്, ഈ ഒരു 1000 കൊല്ലം ജീവിക്കാൻ ആയുസ് കിട്ടിയ അത്രയും നല്ലതാണെന്നാണ് അവര് ചിന്തിക്കണേ. അപ്പൊ അള്ളാഹു പറയാണ്, ഇനി ആയുസ് എത്ര തന്നെ നിങ്ങൾക്ക് കൂടി കിട്ടിയാലും ഇതുകൊണ്ട് നിങ്ങളുടെ ശിക്ഷയൊന്നും കുറയാനൊന്നും പോണില്ല, ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാനൊന്നും പോണില്ല.
അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് കണ്ടറിയുന്നുണ്ട് എന്നാണ് അടുത്ത ആയത്ത് പറയണേ കേട്ടോ. നോക്കാം. അപ്പൊ വലതജിദന്നഹും തീർച്ചയായും അവരെ നീ കണ്ടെത്തുക തന്നെ ചെയ്യും അഹ്റസന്നാസി മനുഷ്യരിൽ ഏറ്റവും മോഹമുള്ളവരായി. അലാ ഹയാത്തിൻ എന്തിനാണ് മോഹം? ജീവിക്കാൻ, ഇവിടെ ജീവിക്കാനായിട്ട്. അലാ ഹയാത്തിൻ ജീവിതത്തിന്. വമിനല്ലദീന അഷ്റഖൂ ശിർക്ക് ചെയ്തവരെക്കാൾ കൂടുതൽ, അതായത് മുശ്രിക്കുകൾ ഉണ്ടല്ലോ അവിടെ, അവരെക്കാട്ടും കൂടുതൽ അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു അറിവുമില്ല, പരലോകം ഉണ്ടെന്നോ ഒന്നും അവർക്കറിയില്ല. ഇവർക്ക് ഇതെല്ലാം അറിയാം. ഇവര് പറയണുണ്ട് ഞങ്ങൾക്ക് മാത്രമാണ് സ്വർഗമുള്ളത് എന്ന് പറയണുണ്ട്. എന്നിട്ടും ഇവരെ എന്താണ്, ഇവർക്ക് ജീവിക്കാൻ, ഇവിടുത്തെ ജീവിതത്തിനോട് ഭയങ്കര കൊതിയുള്ളവരായിട്ട് നിനക്ക് കാണാം എന്ന് പറയാണ് പ്രവാചകരോട്. യവദ്ദു അഹദുഹും അവരിൽ ഒരാൾ മോഹിക്കുന്നു, ലൗ യു അമ്മറു ഞങ്ങൾക്ക് എന്താ നീട്ടി കിട്ടിയിരുന്നെങ്കിൽ, നൽകപ്പെട്ടിരുന്നെങ്കിൽ, അൽഫസനത്തിൻ 1000 കൊല്ലം ദീർഘായുസ് നൽകപ്പെട്ടിരുന്നെങ്കിൽ എന്ന് അവര് കൊതിക്കുകയാണ്. വമാഹുവ ബിമുസഹസിഹി വമാഹുവ അതല്ല, ബിമുസഹസിഹി എന്ന് വെച്ചാൽ അവനെ അകറ്റിക്കളയുന്നതല്ല, മിനൽ അദാബ് ശിക്ഷയിൽ നിന്ന്. ഇവിടെ കുറെ ആയുസ് കിട്ടിയതുകൊണ്ട് ഈ ശിക്ഷയിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ പോണില്ല. അതാണ് പറയണത്. അയ്യു അമ്മർ അവന് ദീർഘായുസ് നൽകപ്പെട്ടാല്, ഇവിടെ കുറച്ച് നാള് ജീവിക്കാൻ കുറെ കാലം കിട്ടി, ഇനി 1000 കൊല്ലം കിട്ടിയാലും ഒരിക്കലും ഇവരുടെ ശിക്ഷയിൽ നിന്ന് ഇവര് രക്ഷപ്പെടൂല എന്നാണ് അള്ളാഹു പറയണത്. വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ അള്ളാഹു ഇവര് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് കണ്ടറിയുന്നവനാകുന്നു. അടുത്ത ആയത്ത് പറയണത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അതിന്റെ ഒരു പശ്ചാത്തലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവര് പറയാറ് ഇവർക്ക് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് ഇവര് സംസാരിക്കും വാഗ്വാദത്തിൽ ഏർപ്പെട്ട സമയത്ത്, അതായത് പ്രവാചകത്വത്തെ കുറിച്ചും പ്രവാചകന് വഹി കിട്ടുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞ സന്ദർഭത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എനിക്ക് ഇത് വഹി എത്തിച്ചു തരണത് ജിബ്രീൽ അലൈഹിസ്സലാം ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഒരു എന്താണ് ഒരു വിശ്വാസം, അല്ലെങ്കിൽ ഇവരുടെ ഒരു അഭിപ്രായത്തില് എന്താ, ജിബ്രീൽ അലൈഹിസ്സലാം ശിക്ഷയുടെ മലക്കാണ്. ഈ ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഇവരുടെ ആരാധനാലയം പൊളിക്കാൻ ഉണ്ടായെന്നാണ് ഇവർ പറയണത്. പിന്നെ അതുമല്ല, ഇവര് പറയണത് അള്ളാഹുവിൽ നിന്നുള്ള വഹി ഇവരോടുള്ള ദേഷ്യം കാരണം ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോയിട്ട് അറബികളിൽ കൊണ്ടു കൊടുത്തതെന്നാണ്. ഇവർക്ക് പ്രതീക്ഷിച്ചിരിക്കണ എന്താ, ഇസ്രായേലിൽ നിന്നൊരു പ്രവാചകൻ വരും എന്നാണ് ഇവർ പ്രതീക്ഷിച്ചിരിക്കണത്. അപ്പൊ ഇവര് പറയണത് ഇവരോടുള്ള ദേഷ്യം കാരണം ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോയിട്ട് അറബികളിലുള്ള പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്തതാണെന്നാണ് അവരുടെ അഭിപ്രായം. അതുകൊണ്ട് അവർക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ ഇഷ്ടമല്ല. ഇതുപോലെ തന്നെ ഷിയാക്കളുടെ ഇടയിലും വളരെ ചെറിയൊരു വിഭാഗം ആൾക്കാരുടെ പറയുന്നുണ്ട്, എന്താ ഇത് അള്ളാഹു വഹി നൽകിയത് അലി റളിയല്ലാഹു അൻഹുവിനായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു അടുത്ത അവസാനത്തെ പ്രവാചകനാവേണ്ടിരുന്ന ആള്. പക്ഷെ ജിബ്രീലിനെ പറ്റിയ ഒരു കയ്യബദ്ധം എന്നാണ് പറയണതെന്നാണ് പറയണത് കേട്ടാ. അപ്പൊ അതാണ് ഇവിടെ പറയണത്. ഈ ഒരു ആയത്തിൽ പറയണത്, ആരെങ്കിലും ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ ശത്രുവായിട്ട് കാണുകയാണെങ്കിൽ അവന് ആരൊക്കെ കാണാം, അള്ളാഹുവിനെയും റസൂലിനെയൊക്കെ വിശ്വസിക്കാത്ത മാതിരിയാണല്ലേ നമ്മളുടെ ഈമാൻ കാര്യങ്ങളിലുള്ള ഒരു കാര്യമാണ് മലക്കുകളിലുള്ള വിശ്വാസം. അത് ഏതെങ്കിലും ഒരാളെ വിശ്വസിച്ചെന്നോ മറ്റാളെ വിശ്വസിക്കൂല എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഒരിക്കലും ഇല്ല അല്ലെ. അപ്പൊ ഇതിൽ പറയണത് യഹൂദികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ ഈ വഹീനെ സംബന്ധിച്ചിട്ടുള്ള ഒരു തർക്കത്തിൽ അവരിങ്ങനെ പറയാണ്, താങ്കൾക്ക് മീക്കായിലായിരുന്നു വഹി കൊണ്ടുവന്ന് തരണമെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചാണ്, ജിബ്രീൽ അലൈഹിസ്സലാം ആയതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റൂല, ജിബ്രീൽ കൊണ്ടുവരണമൊന്നും വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. അങ്ങനെയാണ് ഇവർ പറയണത്. അപ്പൊ മീക്കായിൽ അലൈഹി ഇസ്ലാമിനെ എന്താണ് നന്മയുടെ മലക്കും ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ തിന്മയുടെ മലക്കും ശിക്ഷയുടെ മലക്കുമായിട്ടാണ് അവര് പറയണത്. അപ്പൊ അതുകൊണ്ട് അതായിരുന്നു സന്ദർഭം. ആ സന്ദർഭത്തിലാണ് കേട്ടാ ഇത് അവതരിക്കണേ. അപ്പൊ ഈ യഹൂദികളുടെ കൂട്ടത്തിലെ ഒരു വലിയ പണ്ഡിതനും നേതാവുമായിരുന്നു അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന സമയത്ത് വന്നിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ചോദിക്കുമ്പോൾ തന്നെ പറയണത്, ഇത് പ്രവാചകന്മാർക്ക് മാത്രമാണ് മറുപടി പറയാൻ കഴിയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കാൻ പോണേന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ചോദിക്കണത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെല്ലാം മറുപടി പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് ഇവയെ സംബന്ധിച്ച് വിവരം നൽകിയത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. കുറച്ചു മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് എനിക്ക് ഇതിന്റെയൊക്കെ ഉത്തരങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മറുപടി പറയണത്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കും, ജിബ്രീല് എന്താണ് യഹൂദികളുടെ ശത്രുവാണെന്ന് പറയും. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണത്, എന്താണ് ഈ ആയത്ത് ഓതണത്, എന്താണ് ജിബ്രീലുമായിട്ട് ആരെങ്കിലും ശത്രുത വെച്ചാല് പിന്നെ അള്ളാഹു
അള്ളാഹുവായിട്ട് ശത്രുത വെക്കണതിന് തുല്യമാണെന്ന്. ഈ ഒരു ആയത്ത് ഓതി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അപ്പം തന്നെ വിശ്വസിക്കുകയും ചെയ്തു, ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അപ്പൊ ഈ ഒരു ആയത്ത് നമുക്ക് നോക്കാം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു ആയത്ത് ഇറങ്ങിയെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ കുൽ പറയുക, മൻകാന ആരെങ്കിലും ആണെങ്കിൽ, അദുവൻ അദുവെന്ന് വെച്ചാൽ ശത്രു, ശത്രു ആണെങ്കിൽ ആരോട്? ജിബ്രീലിനോട്. ഫഇന്നഹു എന്നാൽ നിശ്ചയമായും അദ്ദേഹം നസ്സലഹു അതിനെ അവതരിപ്പിച്ചു, അലാ ഖൽബിക നിന്റെ ഹൃദയത്തിലേക്ക്, അതായത് വഹി കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് ഈ ഖുർആൻ എത്തിച്ചതാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ബി ഇദ്നില്ല അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരമാണ് അദ്ദേഹം എത്തിച്ചത്. മുസദ്ദിഖൻ സത്യമാക്കിക്കൊണ്ട്, ലിമാ ബൈന യദൈഹി നിന്റെ മുമ്പിലുള്ളതിനെ, അതായത് തൗറാത്തിനെ, വഹുദൻ മാർഗദർശനമായും, വബുഷ്ര സന്തോഷ വാർത്തയായും. ഈ ഖുർആൻ എന്തിനൊക്കെയാണ്? നമുക്ക് മാർഗദർശനമാണ്, സന്തോഷ വാർത്തയാണ്. ആർക്കാണ്? ലിൽ മുഅ്മിനീൻ സത്യവിശ്വാസികൾക്ക്. അള്ളാഹു പറയാണ്, ആരെങ്കിലും ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ശത്രുതയാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹമാണ് അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം ഖുർആൻ നിന്റെ ഹൃദയത്തിലേക്ക് അവതരിപ്പിച്ചു തന്നത്, നിന്റെ കയ്യിലുള്ളതിനെ, ഇതിന്റെ മുമ്പിലുള്ളതിനെ സത്യമാക്കിക്കൊണ്ട് സത്യവിശ്വാസികൾക്ക് മാർഗദർശനമായും സന്തോഷ വാർത്തയായിക്കൊണ്ടും ഇറക്കി തന്നത്. ഇനി ഇതിന്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് അടുത്തൊരായത്ത് പറയണത്. വമൻകാന ആരെങ്കിലും ആയാൽ, അദുവല്ലില്ലാഹി അള്ളാഹുവിനോട് ശത്രുത, അള്ളാഹുവിനെ ആരെങ്കിലും ശത്രുവായിട്ട് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ വമലായിക്കത്തിഹി അള്ളാഹുവിന്റെ മലക്കുകൾക്കും, വറുസുലി അവന്റെ റസൂലുകൾക്കും, ജിബ്രീലിനും, മീകായിലിനും, ഫഇന്നല്ലാഹ എന്നാൽ നിശ്ചയമായും അള്ളാഹു അദുവ്വുൻ ലിൽ കാഫിരീൻ അവിശ്വാസികൾക്ക് ശത്രുവാണ്. പറഞ്ഞത് ആരെങ്കിലും അള്ളാഹുവിനും അള്ളാഹുവിന്റെ മലക്കുകൾക്കും അല്ലെങ്കിൽ അവന്റെ റസൂലുകൾക്കും ജിബ്രീലിനും മീകായിലിനും ഒക്കെ ശത്രുവാണെങ്കിൽ അവരൊക്കെ അറിഞ്ഞോട്ടെ എന്താ അവിശ്വാസികൾക്ക് ശത്രുവായി അള്ളാഹു ഉണ്ട് എന്ന്, അവിശ്വാസികൾക്ക് അള്ളാഹു ശത്രു ആയിട്ടുണ്ട് എന്ന് അറിഞ്ഞോട്ടെ എന്നാണ് പറയണേ കേട്ടാ. പിന്നെ അടുത്ത ആയത്ത്, വലഖദ് അൻസൽനാ ഇലൈക ആയാതിൻ ബയ്യിനാത് വമാ യക്ഫുറു ബിഹാ ഇല്ലൽ ഫാസിഖൂൻ. ഇതിൽ പറയുന്ന വലഖദ് തീർച്ചയായും കഴിഞ്ഞു പോയിട്ടുണ്ട്, അൻസൽന നാം ഇറക്കിയിട്ടുണ്ടെന്ന്. അപ്പൊ തീർച്ചയായും ഞാൻ ഇറക്കിയിട്ടുണ്ട്, ഇലൈക്ക താങ്കൾക്ക് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്, ആയാത്തിൻ പല ദൃഷ്ടാന്തങ്ങൾ, ബയ്യിനാത്തിൻ വ്യക്തമായ, വമാ യക്ഫുറു അവിശ്വസിക്കുകയില്ല, ബിഹാ അവയിൽ, ഇല്ലൽ ഫാസിഖൂൻ തോന്നിയവാസികളല്ലാതെ അതിൽ അവിശ്വസിക്കുകയില്ല. അതായത് അള്ളാഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു ഒരുപാട് ദൃഷ്ടാന്തങ്ങളും ഇതിൽ ഇറക്കി കൊടുത്തിട്ടുണ്ട് അല്ലെ. ഖുർആനില് മുമ്പത്തെ ചരിത്രങ്ങൾ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുമില്ല, ഇതുവരെ കേട്ടിട്ടും ഇല്ലാത്ത ചരിത്രങ്ങൾ, ആദം നബി അലൈഹി സ്വലാം മുതൽ നൂഹ് നബിയുടെ ചരിത്രം, യൂസഫ് നബിയുടെ ചരിത്രം, അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ, ഈസാ നബിയുടെ ജനനം, മറിയം അലൈഹി സ്വലാമിന്റെ ജനനം, ഇതെല്ലാം പ്രവാചകൻ കണ്ടിട്ടില്ല. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഒരു അക്ഷരം വായിക്കാൻ അറിയില്ല അല്ലെ, നിരക്ഷരനാണ്, എഴുതാനോ വായിക്കാനോ അറിയാത്ത പ്രവാചകനാണ്. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുഅ്ജിസത്താണ്. നബിക്ക് ഇത് ഒരു കവിത പോയിട്ട് ഒരു വാക്ക് പോലും, ഒരു അക്ഷരം പോലും വായിക്കാൻ അറിയാത്ത ഒരാള് ഇതൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അല്ലെ, സ്വന്തമായിട്ട് പറയണതല്ല, അള്ളാഹുവിൽ നിന്നുള്ള ഗ്രന്ഥമാണെന്ന് വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാൻ അത് തന്നെ ധാരാളം. അപ്പൊ അതാണ് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളും പല സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതെല്ലാം ഖുർആനിന്റെ മുഅ്ജിസത്തുകളിൽ പെട്ടതാണ്. അപ്പൊ ആ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചാണ് അള്ളാഹു പറയണത്. അപ്പോ അവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് തന്നെ തെളിവായിട്ടാണ് നമ്മുടെ തബ്ബത്ത് യദാ അബീ ലഹബിന സൂറത്തില്ലേ, അബൂലഹബിനെയും ഭാര്യനെയും കുറിച്ചിട്ടുള്ള സൂറത്താണല്ലേ. അപ്പൊ അതില് പറയുന്നുണ്ട്, അവരുടെ കരങ്ങൾ നശിക്കട്ടെ, ഈ അബൂലഹബിനെ ഏറ്റവും നിന്ദ്യനാക്കി അള്ളാഹു നരകത്തിലാണെന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു സൂറത്താണതല്ലേ. ഈ ഒരു സൂറത്ത് അവതരിച്ചിട്ട് ഇത് കേട്ടിട്ട് പോലും ഇതിന്റെ സത്യതയെ അവർക്ക് വെല്ലുവിളിക്കാനായിട്ട് പോലും അബൂലഹബിന് വന്നൊന്ന് പറയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട്, ഞാൻ എന്നാ ഇസ്ലാം സ്വീകരിച്ചു, ഞാൻ നരകത്തിലാന്നല്ലേ പറയണം, എന്നാ ഒന്ന് കാണണമല്ലോ. അപ്പൊ ഈ പറയണ തെറ്റാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സംഭവം പോലും ചെയ്യാൻ പോലും അവർക്ക് പറ്റിയിട്ടില്ല. പിന്നെ അബൂലഹബിന്റെ മരണം തന്നെ ഒരു നല്ലൊരു തെളിവാണ്. അബൂലഹബ് മരിക്കണത് ശരീരത്തിലൊരു പോളങ്ങൾ വന്ന് അത് പൊട്ടി വളരെ ദുർഗന്ധം വന്ന് വീട്ടുകാരെല്ലാം ഉപേക്ഷിച്ചു പോയി, ഒറ്റയ്ക്കായി അങ്ങനെയാണ് മരണപ്പെടുന്നത്. മരിച്ച് പുറത്തിട്ട് സ്മെല്ലൊക്കെ വന്നതിന് ശേഷമാണ് ആളുകൾ
എന്താ മരിച്ച വിവരം അറിഞ്ഞ് ആ വീട്ടിൽ തന്നെ കുഴി കുത്തി അതിലോട്ട് വടി കൊണ്ട് തോണ്ടി അതിലേക്ക് ഇട്ടു എന്നാണ് മയ്യത്ത്. അപ്പൊ അത്രയും നിന്ദ്യമായിട്ടാണ് അള്ളാഹു അത് അവർക്ക് ദൃഷ്ടാന്തമായിട്ട് തന്നെ കാണിച്ചു കൊടുത്തത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഈ ഖുർആൻ മുഖേന അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും ദൃഷ്ടാന്തങ്ങളൊക്കെ കാണിച്ചിട്ടും പറഞ്ഞു തന്നിട്ടും വിശ്വസിക്കാത്ത ആൾക്കാരെന്താണ്, തോന്നിയവാസികൾ തന്നെയാണെന്ന്. തോന്നിയവാസികളല്ലാണ്ട് ആരും അതിൽ വിശ്വസിക്കാണ്ടിരിക്കൂല എന്നാണ് അള്ളാഹു പറയണത്. പിന്നെ അടുത്ത ആയത്ത്, അവകുല്ലമ അഹദു, എല്ലായ്പ്പോഴും അവർ കരാർ ചെയ്താല്, അഹ്ദൻ വല്ല കരാറും, നബദഹു അതിനെ ഇട്ടുകളഞ്ഞു, ഫരീഖും മിൻഹും അവരിൽ നിന്നും ഒരു വിഭാഗം, ബൽ പക്ഷേ അക്സർഹും അവരിലധികം ആളുകളും ലാ യുഅ്മിനൂൻ വിശ്വസിക്കുകയില്ല. അതായത് അവര് വല്ല കരാറും പ്രതിജ്ഞയും ചെയ്യുമ്പോഴൊക്കെയും അവരിൽ നിന്ന് ഒരു കൂട്ടർ അതിനെ വലിച്ചെറിഞ്ഞു കളയും. നമ്മൾ ഇത്ര നാള് നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അവർ പല കരാറുകളും അള്ളാഹുമായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അവര് വലിച്ചെറിഞ്ഞ്, അവരിൽ നിന്നും ഒരു വിഭാഗം, അവർ മുഴുവനല്ല, അവരിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ അതിനെ വലിച്ചെറിഞ്ഞ് കളയുകയാണ് ചെയ്തത്. അതും മാത്രല്ല, അവരിൽ അധികം ആളുകളും വിശ്വസിക്കുന്നില്ല. ബൽ അക്സർഹും പക്ഷെ അവരിൽ അധികം ആളുകളും ലാ യുഅ്മിനൂൻ അവർ വിശ്വസിക്കുന്നുമില്ല. അതാണ് പറയണത് കേട്ടോ. അടുത്ത ആയത്ത്, വലമ്മാ ജാഅഹും അവർക്ക് വന്നപ്പോൾ, റസൂലുൻ ഒരു ദൂതൻ, മിൻ ഇൻദില്ലാഹി അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന്, മുസദ്ദിഖൻ ഒരുപാട് തവണയല്ലേ ഈ വാക്കുവിന് മുസദ്ദിഖ സത്യമാക്കുന്ന, ലിമാ മഅഹും അവരുടെ കൂടെയുള്ളതിനെ, നബദ ഫരീഖും മിനല്ലദീന ഊതുൽ കിതാബ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്ന് ഒരു വിഭാഗം കൂട്ടർ അതിനെ ഇട്ടുകളഞ്ഞു, കിതാബ് അല്ലാഹി അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ, വറാ അലുഹൂരിഹിം അവരുടെ മുതുകിലേക്ക്, അത് ബാക്കിലോട്ട് പുറകിലോട്ട് വലിച്ചെറിഞ്ഞു കളഞ്ഞു. അന്നഹും ലാ യഅലമൂൻ അവരിതൊന്നും അറിയാത്ത പോലെ. അവരെ സംബന്ധിച്ച് ഈ പറയുന്ന കാര്യങ്ങളും പ്രവാചകൻ വരണതും എല്ലാം അറിയണ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടും അവര് ഒന്നും അറിയാത്ത പോലെ ഈ ഗ്രന്ഥത്തെ പുറകിലോട്ട് വലിച്ചെറിഞ്ഞു കളഞ്ഞു. ഇതൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്നുള്ള ഭാവത്തിൽ കളഞ്ഞു എന്നാണ് പറയണത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജില്. നമുക്കൊന്ന് ആദ്യം തൊട്ട് നോക്കുകയാണെങ്കിൽ ഇവർ പറയണ കാര്യമാണ് പറഞ്ഞത്. ആദ്യം തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് പരലോക ഭവനം സ്വർഗം ഞങ്ങൾക്ക് മാത്രമുള്ളതാണ്, ബാക്കിയുള്ള മനുഷ്യർക്കൊന്നുമില്ല, ഞങ്ങൾക്ക് മാത്രമായിട്ടാണ് അള്ളാഹു ഉണ്ടാക്കിയേക്കണേന്നാണ് ഇവർ പറയണത്. അപ്പൊ അള്ളാഹു പറഞ്ഞു, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യ്, മരിക്കാൻ കൊതിക്കി വേഗം സ്വർഗത്തേക്ക് പോവാലോ എന്നാണ് പറയണത്. പക്ഷെ അവരുടെ സ്വഭാവം അള്ളാഹു പറയാണ്, അവരൊരിക്കലും കൊതിക്കൂല മരിക്കാനായിട്ട്. കാരണം അവർക്കറിയാം അവരെന്താണ് ചെയ്തു വെച്ചേക്കണേന്ന് അവർക്കറിയാം. അള്ളാഹ്ക്ക് കൃത്യമായിട്ട് അള്ളാഹുവിന് അക്രമികളെ പറ്റി അറിയാം. പിന്നെ അവര് വിചാരിക്കണം എന്താ, ഞങ്ങൾക്ക് ഇവിടെ ഒരു 1000 കൊല്ലം ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അതാണ് ഏറ്റവും സന്തോഷം, അവർക്ക് ജീവിക്കാൻ പറ്റിയെങ്കിൽ എന്നാണ് അവർ ആഗ്രഹിക്കണേ. പക്ഷെ അപ്പൊ അവർ പറയണം, അള്ളാഹു നിങ്ങൾ ഇനി ഇവിടെ എത്ര കാലം ജീവിച്ചാലും, നിങ്ങൾക്ക് എത്ര ആയുസ് ദീർഘിച്ച് കിട്ടിയാലും ഒരു കാലത്തും ശിക്ഷയിൽ നിന്ന് നിങ്ങൾ ഒഴിവാവാൻ പോണില്ല, ഈ ദീർഘായുസ് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ പോണില്ല എന്നാണ് പറയണത്. പിന്നെ പറഞ്ഞു, ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ ആരെങ്കിലും ശത്രുവായിട്ട് കാണുകയാണെങ്കിൽ അള്ളാഹു അവരെ ശത്രുവായിട്ടാണ് കാണുന്നതെന്നാണ് പറഞ്ഞത്. പ്രത്യേകമായിട്ട് മീക്കായിലിനോടാണ് സ്നേഹം അല്ലെങ്കിൽ ജിബ്രീലിനോടാണ് സ്നേഹം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മലക്കുകളിലുള്ള വിശ്വാസം, റസൂലുകളിലുള്ള വിശ്വാസം എല്ലാം നമുക്ക് ഈമാൻ കാര്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആരെങ്കിലും അങ്ങനെ മലക്കുകളെയോ റസൂലിനെയോ അല്ലെങ്കിൽ ജിബ്രീലിനെയോ മീക്കായിലിനെയൊക്കെ ശത്രുവായിട്ട് കാണുന്നുണ്ടെങ്കിൽ അറിഞ്ഞു വെച്ചേക്കുക, അള്ളാഹു അവരുടെ ശത്രുവാണ് എന്ന് അറിഞ്ഞു വെച്ചേക്കുക എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഈ ഖുർആൻ വഴി അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ടും കരാറുകൾ ലംഘിക്കുകയും പിന്നെ ഒന്നും അറിയാത്ത പോലെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ ഇവര് പുറത്തേക്ക് വലിച്ചെറിയുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയണത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. 94 തൊട്ടിട്ട് 101 വരെയുള്ള ആയത്തുകളാണ് ഈ ഒരു പേജിൽ ഉള്ളത്. ഇൻഷാ അല്ലാഹ് അപ്പോൾ നെക്സ്റ്റ് ഓഡിയോയിൽ കാണാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.